എൻ്റെ പേര് സോന ഡേവിസ്. ഞാൻ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്കിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യം, എൻ്റെ ഉപരിപഠനത്തിനായി യൂറോപ്യൻ യൂണിയൻ്റെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിന് സെലക്ഷൻ ഫുള്ളി ഫണ്ടഡായിട്ട് ലഭിക്കണം എന്ന സാക്ഷ്യമായിരുന്നു, എന്ന നിയോഗമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 23 ഓൺലൈനായിട്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഓണേഴ്സ് ഫിസിക്സ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ 2023 ഒക്ടോബർ മുതൽ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഞാൻ ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി, ഇതിൻ്റെ കാര്യങ്ങളൊന്നും അധികം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. അമ്മ എന്നോട് പറയും, അമ്മയ്ക്ക് ഇതിലൂടെ ആത്മീയമായിട്ട് ധൈര്യം കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയുമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ അത്ഭുതത്തിൻ്റെ പിന്നാലെ എന്തിനാണ് പോകുന്നത് എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. എങ്കിലും അമ്മയ്ക്ക് കുറച്ച് ടെൻഷനൊക്കെ മാറുന്നുണ്ട്, ധൈര്യം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പിന്നീട് ജനുവരിയിൽ ഞാൻ വെക്കേഷന് വീട്ടിൽ വരുമ്പോഴാണ് ഈ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് സാധിച്ചത്. അരമണിക്കൂർ ബൈബിൾ വായിക്കുക, ധ്യാനം കൂടുക, ആത്മീയമായിട്ട് ഒരുപാട് വളരുന്നത്, അമ്മ ഒരുപാട് ആത്മീയമായി വളരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ടാണ് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ പോയി എൻ്റെ ലാസ്റ്റ് സെം ആയിരുന്നു, BSc ഓണേഴ്സ് ഫിസിക്സിൻ്റെ ലാസ്റ്റ് സെം പഠിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഡൽഹി ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. എനിക്ക് അടുത്ത MSc ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടണം ഇറാസ്മസ് മുണ്ടസിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് സെമ്മിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, അതിൽ മാത്രമായിരിക്കണം എൻ്റെ ഫോക്കസ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്ന അങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സ് എടുത്ത് അത് ഉള്ളിലൊതുക്കി ഭയങ്കരമായിട്ട് ഇമോഷണലി സ്ട്രെസ്സായി എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നി, നമ്മുടെ ആദ്യ കുർബാന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിശുദ്ധി, ആ ഒരു ചൈതന്യം, അതൊക്കെ എന്നിൽ നിന്ന് എന്തോ മിസ്സായി പോയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആത്മീയമായിട്ട് വളരാനും എൻ്റെ ജീവിതം ക്രമീകരിച്ചാൽ എനിക്ക് എന്തായാലും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനും ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജനുവരി 23 ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 15 എൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ ഈ കോഴ്സിനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കാനുണ്ട്. മോട്ടിവേഷൻ ലെറ്റർ, CV, അതുപോലെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 1 മാസം സമയമുള്ളൂ. കുറേ നാളായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ പരീക്ഷകളുടെ തിരക്കിനിടയിൽ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എങ്ങനെയാണിത് ചെയ്യുക, എങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്ന എൻ്റെ മുന്നിൽ ഒരു ഐഡിയയും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ ഒരു ഐഡിയയും ഇല്ലാത്തവരുടെ ഐഡിയ ആണ് ഉടമ്പടി എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് ഞാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ആത്മധൈര്യമാണ്. പിന്നീട് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഒന്നും അല്ലായിരുന്നു എൻ്റെ ശ്രദ്ധ. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഷമങ്ങളോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ സ്ട്രെസ്സോ ഒന്നും എന്നെ ബാധിക്കാതെ എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്ക് മാത്രം പോരാ, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കുറേ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരതിനെ സെലക്ട് ചെയ്യുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് 4 രാജ്യങ്ങളായിട്ട് പഠിക്കുന്ന പ്രോഗ്രാമാണ്. അതിനവർ ഒരു കൺട്രിയിൽ നിന്ന് തന്നെ 10% പേരെ, അതായത് 2-3 പേരെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് കിട്ടാനുള്ള ഒരു മെറിറ്റും എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കാനായിട്ട് ആകെ 10-15 ദിവസം എൻ്റെ മുന്നിലുള്ളൂ. ആ സമയത്തും മാതാവ് ഈശോയും എന്നോടിങ്ങനെ പറഞ്ഞു തരികയാണ്, ഓരോ സൈറ്റിൽ കയറിയിട്ട് ഓരോ പ്രൊജക്റ്റുകൾ, ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഓരോ ടോപ്പിക്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതുപോലെ വീട്ടിൽ അമ്മയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 15 മുന്നായിട്ട് തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറയുകയുണ്ടായി, എനിക്കിനി ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ലെറ്റർ ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ അതെല്ലാം ചെയ്തു.
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. വേറൊരു 2 ആപ്ലിക്കേഷനാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഈ സെയിം പ്രോഗ്രാമിൻ്റെ 2 കോഴ്സുകളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഒരെണ്ണം ആസ്ട്രോഫിസിക്സ്, അതാണ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതിൽ. പിന്നെ ജിയോ പ്ലാനറ്ററി സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൂടെ. ഇതിന് 2നും ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് പിന്നെയും എക്സാംസ്, കോളേജിലെ ഓരോ ആക്ടിവിറ്റീസ്, ഇങ്ങനെ പല പല തിരക്കുകളുടെ ഇടയിലും ഉടമ്പടി ജീവിതമാണ് എന്നെ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ അടുത്ത പ്ലാൻ, ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ പ്ലാൻ ബി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിലൊരു പ്ലാൻ ബി ഇല്ല. ഇത് ദൈവഹിതമാണെങ്കിൽ മാതാവും ഇടപെട്ട് ഈശോ എനിക്കിത് വാങ്ങിത്തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ നിന്നത്. അങ്ങനെ മാർച്ച് 15 ആയപ്പോൾ ഞാൻ 2ാമത് വെച്ച പ്രോഗ്രാമിന് എനിക്ക് റിജക്ഷൻ കിട്ടുകയാണ്. അവർ പറഞ്ഞു, അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് മെറിറ്റുള്ള മാർക്കും പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് അധികം ചെയ്തിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇന്ത്യയിൽ നിന്നുള്ളത് കൊണ്ട് നിൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എൻ്റെ മെറിറ്റ് ഒന്നുമില്ല, എനിക്ക് ഈ ഒരു വിഷയത്തിൽ 0 മെറിറ്റ് ആണെന്ന് മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണത്. അതിനുശേഷം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവഹിതമാണെങ്കിൽ ഇത് നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിന്നു. ഏപ്രിൽ 29-ാം തീയതി വൈകുന്നേരം എനിക്ക് മെയിൽ വരികയാണ്, ഈ ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന ആസ്ട്രോഫിസിക്സിന് എനിക്ക് സെലക്ഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ്. സെലക്ഷൻ ലഭിച്ചത് സെൽഫ് ഫണ്ടഡ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 2 കുട്ടികൾ കൂടെ ഈ കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഏറ്റവും ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞിരുന്ന ഒരു നിബന്ധന ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ഗ്രാജുവേഷൻ കഴിയുന്ന കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് കൺട്രി ഇതിൻ്റെ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിലേക്ക് വിസ ആവശ്യമുള്ളവർ ജൂൺ ആകുമ്പോഴേക്കും ഗ്രാജുവേഷൻ തീരണമെന്ന്. എൻ്റെ പരീക്ഷകളാണ് ജൂണിൽ നടക്കുകയുള്ളൂ, റിസൾട്ട് വരുമ്പോഴേക്കും ഓഗസ്റ്റ് ആവും എന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് ആദ്യം തന്നെ ഈ ഓഗസ്റ്റിലാണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേറ്റ് ഉള്ളത് എന്ന് കണ്ട് തന്നെ എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിക്ക് സെയിം റീസൺ കാരണം അവൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റായി. എൻ്റെയും വേറൊരു ഫ്രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ അവർ ചെക്ക് ചെയ്തു. പക്ഷേ വേറൊരു കുട്ടിക്ക് വന്നത് ഇതുപോലെ റാങ്കിങ് താഴെയാണെന്ന് പറഞ്ഞിട്ട് റിജക്ഷനാണ് വന്നത്. അതിനുശേഷമാണ് ഏപ്രിൽ 29-ന് എനിക്ക് സെൽഫ് ഫണ്ടഡായിട്ട് ഇതിന് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സന്തോഷമായി, കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടാവുന്നതൊന്നുമല്ല ഇത്. റിഫ്യൂസ് ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളുണ്ടെങ്കിൽ പോലും അത് കിട്ടി. പക്ഷേ സെൽഫ് ഫണ്ടഡ് എന്ന് പറയുമ്പോൾ ഇതിന് 25 ലക്ഷമാണ് ഈ കോഴ്സിന് ഫീസ് വരുന്നത്. 25 ലക്ഷം ഫീസും അത്രയും തന്നെ ലിവിങ് കോസ്റ്റും വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും സെൽഫ് ഫണ്ടഡായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് കിട്ടിയതും കിട്ടാത്തതൊക്കെ ഒരേപോലെ ആയിപ്പോയി. കാരണം 25 ലക്ഷം പോയിട്ട് 25,000 പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്കിത് കൺഫ്യൂഷനായി. ഇതിന് ഇത്രയും വലിയൊരു സംഭവം എനിക്ക് കിട്ടി, പക്ഷെ ഞാനിത് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. രാത്രി കിടക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കിതിനൊരു ഉത്തരം കിട്ടണം. കാരണം ഞാൻ ചോദിച്ച പോലെ ഇത്രയും വലിയൊരു സംഭവത്തിന് എനിക്ക് സെലക്ഷൻ കിട്ടി, പക്ഷേ അതെങ്ങനെ ചെയ്യും എന്നെനിക്കറിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23:11. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ നീ എനിക്ക് സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും സാക്ഷ്യം നൽകണമെന്ന്. അതെന്നെ സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ ഈ 4 കൺട്രീസിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ കൺട്രി ഇറ്റലിയാണ്. അതിലെ യൂണിവേഴ്സിറ്റി ഓഫ് റോമിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈശോ എന്നോട് വചനത്തിലൂടെ കൃത്യമായി പറയുകയാണ്, നീ റോമയിൽ പോയി സാക്ഷ്യം നൽകണം എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവഹിതമാണ്, ഞാനിത് എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇത്രയും പൈസ എവിടുന്ന എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയാണ്, ഇത് നമുക്ക് പറ്റില്ലല്ലോ, ഇത്രയും ഫണ്ട് എങ്ങനെ ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഈശോനോട് പറഞ്ഞതാണ് റോമയിൽ പോയി സാക്ഷ്യം നൽകണമെന്ന്. അപ്പോൾ എന്തായാലും ഞാനിത് അക്സെപ്റ്റ് ചെയ്യാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ആ ഡേറ്റ് വരെ നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് എൻ്റെ ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ ടെൻഷനുണ്ട്, എക്സാമിന് പഠിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ സെമ്മിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു, അതിൻ്റെ എല്ലാം ടെൻഷനുണ്ട്. എങ്കിലും ഓരോ ദിവസവും വചനത്തിലൂടെ എന്നെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷകളൊക്കെ എഴുതി. ലാസ്റ്റ് ഒരു പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും ഇമ്പ്രൂവ്മെൻറ്റ്സും വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഡേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ 3-ാം തീയതി ഒരു പരീക്ഷയാണെങ്കിൽ 4-ാം തീയതി അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെയാണ് പരീക്ഷകൾ വരുന്നത്. എനിക്കിത് അപ്ലൈ ചെയ്തു, പക്ഷേ എഴുതണോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ള സമയത്ത് വചനം എടുത്തപ്പോൾ താലന്തുകളുടെ ഉപമയാണ് കിട്ടിയത്. 1 താലന്ത് കിട്ടിയ 5 താലന്ത് കിട്ടിയവൻ അത് 10 എന്ന് പറയുന്നു. അപ്പോൾ അമ്മ അത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനത്, എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല, കഴിഞ്ഞ സെമ്മിൽ പഠിച്ച അത്രയും പോലും എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാനതിന് രണ്ടും കൽപ്പിച്ച് അങ്ങ് പരീക്ഷ എഴുതാനായിട്ട് പോയി. പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വരാം. കാരണം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം അറിയാം. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷ പേപ്പറാണ് കിട്ടിയത്. ചുറ്റുമുള്ള എല്ലാവരും പറയുന്നത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കും അറിയാം ഇതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതിൻ്റെ ഫണ്ട് ഇങ്ങനെയാണ്. അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ടെൻഷനാണ്. ഇതെങ്ങനെയാണ് ഈ പരീക്ഷാ ഹോളിൽ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഉത്തരം, പക്ഷെ അതിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ഞാൻ കാശുരൂപം പിടിച്ചും വിശുദ്ധ ഉപ്പും ഇട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം, ഞാൻ മൊബൈൽ ഫോണിൽ ബൈബിളിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഞാൻ അന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഇത് എൻ്റെ ബലഹീനമായ അവസ്ഥയാണ്, ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകാൻ ഇടവരുത്തണേ എന്ന് പറഞ്ഞിട്ട് ഞാനത് എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ എന്തൊക്കെ എഴുതുന്നതെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാനത് എഴുതി വന്നു. അന്ന് തിരിച്ചു വരുന്ന സമയത്ത്, ഞാൻ എൻ്റെ റൂമിലേക്ക് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാല് വയ്യാത്ത ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടുകയാണ്, എന്തെങ്കിലും തരാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ ക്യാഷായിട്ട് കയ്യിൽ വെക്കാറില്ല, എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയിൽ മാത്രമേ പൈസയുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി, പക്ഷേ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിലില്ല, ഇങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ നടന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിങ്ങൽ പോലെ. അപ്പം ഞാനിങ്ങനെ അയാളെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കെന്തോ ഈശോ എന്നെ നോക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അയാളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കടയിൽ പോയി ഗൂഗിൾ പേയിൽ ഉള്ള പൈസ എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് പൈസ തരാമോ എന്ന് 2-3 കടകളിൽ ചോദിച്ച്, അങ്ങനെ അയാൾ തന്ന പൈസ ഞാൻ ഇയാൾ കൊടുത്ത്, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഞാൻ ഇതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആത്മീയ സന്തോഷം എനിക്ക് അത്ര അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തോ ഒരു ഈശോയുടെ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് അന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പരീക്ഷയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് പോയി വന്നു കഴിഞ്ഞ് ഞാൻ മെയിൽ തുറക്കുമ്പോൾ കാണുന്നത്, എനിക്ക് ആ പ്രോഗ്രാമിന് ഫീ വേവർ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ 25 ലക്ഷം സ്കോളർഷിപ്പ്, ഈ 25 ലക്ഷം ഫീസ് വരുന്നത് എനിക്കിനി കൊടുക്കണ്ട, അതായത് ആ ഫീസ് ഫുൾ സ്കോളർഷിപ്പായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടാവുന്ന ഒരു കാര്യമല്ലാതെ എൻ്റെ 0 മെറിറ്റിൽ ഈശോ ബലഹീനതയിൽ പൂർണ്ണമായ ശക്തി പ്രകടമാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഡൽഹിയിൽ ഞാൻ പറഞ്ഞ പോലെ അത്രയും സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിലെത്തി കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും റെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു മൈൻഡിലേക്ക് ആയിപ്പോയി. അങ്ങനെ എൻ്റെ ഈ സ്കോളർഷിപ്പിനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മാസമായിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. ജൂൺ 6-ാം തീയതി പരീക്ഷ കഴിഞ്ഞു, ജൂലൈ 6 ഇതിൻ്റെ റിസൾട്ടൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഒരു ഉടമ്പടിയിൽ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം എനിക്ക് തോന്നി. അപ്പോൾ അമ്മയുടെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം ജൂലൈ 11-നാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ വന്ന് പുതുക്കാം എന്ന് കരുതി. അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയ്ക്കും വയ്യ, എനിക്കും ആകെ പോരാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നിയാണ്, നീ അവിടെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഇന്ന് തന്നെ റിസൾട്ട് വരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്.
ഞാനും അമ്മയും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ പോയി ഉടമ്പടി പുതുക്കി. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് എൻ്റെ മൊബൈലിൽ വാട്സപ്പ് ഓണാക്കി ഇപ്പോൾ വന്നത് റിസൾട്ട് ഔട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ അമ്മ ഉടമ്പടി പുതുക്കാൻ പോയി. ഞാനിത് ഇവിടെ ഇരുന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം ഈ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഞാൻ എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതിരുന്ന് പഠിച്ചൊക്കെയാണ് ഇത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിച്ചാണ് ഞാൻ ആ പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പലതും പഠിക്കാൻ പറ്റിയിട്ടില്ല. അറിയാവുന്ന പോലെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് എഴുതിയത്. അങ്ങനെ ഞാൻ ആ റിസൾട്ട് തുറന്നു നോക്കുമ്പോൾ ഏത് പരീക്ഷയ്ക്കാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത്, എനിക്ക് ആ വചനം ബലഹീനതയിൽ പൂർണ്ണമായി ശക്തി പ്രകടമാകുന്നത് പറഞ്ഞോ, ആ പരീക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് ഗ്രേഡ് O ഗ്രേഡ് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ സെമ്മിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാം പഠിച്ചു, കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിച്ചില്ല. കാരണം എനിക്ക് ഒരു പ്രത്യേക കോൺഫിഡൻസ്, ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച പരീക്ഷയ്ക്കാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതും. എന്നാൽ 0 മെറിറ്റിൽ ഗ്രേസിലൂടെ എനിക്ക് ലഭിച്ചതാണ് മറ്റ് വിഷയങ്ങൾക്ക് O ഗ്രേഡ്. അങ്ങനെ അന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ഇനി ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒറിജിനൽ ഡിഗ്രി, ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ പല ഡോക്യുമെൻറ്റ്സ് വേണം. അങ്ങനെ ഈ ഒരു സീമിയ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് വേണം ഇറ്റലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 15-ാം തീയതി തിങ്കളാഴ്ചയാണ് അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ജൂലൈ 15-ന് ഞാൻ രാവിലെ അവരുടെ ഇറ്റാലിയൻ ടൈം അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ഇത് ഓപ്പൺ ചെയ്തു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് അവർ 800 റിക്വസ്റ്റുകളാണ് അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഉപ്പും കാശുരൂപമൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തൊക്കെ ഇത് കിട്ടിയതാണ്. അപ്പം ഞാൻ ഓക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി കിട്ടും എന്നിങ്ങനെ വിചാരിച്ച് അത് ചെയ്തു. പക്ഷേ ആ പേയ്മെൻറ്റ് അവിടെ ഫെയിലായി. ആ ആഴ്ചത്തേക്കുള്ള റിക്വസ്റ്റ് ഫുൾ ഫില്ലായി. ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജൂലൈ 15 കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ആവും. 22-ന് അത് ക്ലോസ് ആവും. ഓപ്പൺ ആവുന്നത് സെപ്റ്റംബർ 9-നാണ്. അപ്പം ഞാൻ അത്രയും നാളത്തേക്ക് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡോക്യുമെൻ്റ് കിട്ടിയിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ ഞാൻ ഒരു ഏജൻറ്റും ഇല്ലാതെയാണ് ഇത് ചെയ്തത്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഏജൻറ്റിനെ വെച്ചാണ് വിസയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതാണ് നമ്മുടെ ഏജൻറ്റ്, നമുക്ക് 1 ലക്ഷം രൂപയൊന്നും ഇതിനു വേണ്ടി ചിലവഴിക്കാനായിട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി അവസാന നിമിഷമാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓക്കെ ഇങ്ങനെ ചെയ്താലാണ് അത് കിട്ടുക, അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ കിട്ടുക എന്നൊക്കെ. അങ്ങനെ അന്ന് എനിക്ക് ആ ഡോക്യുമെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സെപ്റ്റംബർ 9 വരെ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അന്ന് ആ കിട്ടാണ്ടായപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ നോക്കി ചെയ്യണ്ടേന്ന് പറയാം. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. എനിക്ക് അപ്പോൾ വചനം ഉള്ളിൽ വന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണ്. കാരണം ഞാൻ അതിൽ ഏതൊക്കെ കാര്യം ഞാൻ കുറച്ച് കോൺഫിഡൻസോടെ, ദൈവത്തിൽ ഉള്ള കോൺഫിഡൻസ് അല്ലാതെ എൻ്റെ ഒരു കഴിവിലോ അല്ലെങ്കിൽ എന്തായാലും കിട്ടാൻ പോകുന്നതാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത്രയും നാൾ നോക്കിയിരുന്ന ഈ റിസൾട്ട് വന്ന് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ അത് ഫെയിലായിപ്പോയി. അങ്ങനെ എനിക്കറിയില്ല ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ നിരാശപ്പെടില്ല, നിന്നിലുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടുകയാണ്. ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മനസ്സിനൊരു ആശ്വാസം ലഭിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്ന് നോക്കി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഏശയ്യാ 54-ാം അധ്യായം 4-ാം വാക്യമാണ്. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ ഞാൻ നിന്നെ വീണ്ടെടുക്കുന്നു. അപ്പോൾ ഈ വചനം ഞാൻ ഇതിനു മുന്നേ കാണാറുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല എന്ന്. പക്ഷേ അതിന് താഴേക്ക് ഞാൻ വായിക്കാറില്ല. എപ്പോഴും എനിക്ക് കിട്ടാറുള്ളൊരു വചനമാണിത്. പക്ഷേ അന്ന് ഞാനത് താഴോട്ട് ഇങ്ങനെ വായിച്ച് പോയപ്പോൾ ഈശോ പറയുന്നുണ്ട്, ക്ഷണനേരത്തേക്ക് നിന്നിൽ നിന്ന് ഞാൻ മുഖം മറച്ചു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന്. അത് മതിയായിരുന്നു എനിക്ക്, എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ. ഞാൻ അന്ന് ഉറപ്പിച്ചു, ഈശോ കുറച്ച് നേരത്തേക്ക് എന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കാം, പക്ഷേ മഹാകരുണയോടെ എന്നെ വീണ്ടെടുക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാനിരുന്നു. അതിൻ്റെ താഴോട്ട് വായിച്ചു പോയപ്പോഴാണ് നോഹയുടെ കാലം പോലെയാണ് എനിക്കിത് എന്ന് ഉള്ളൊരു വചനം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെന്നെ സ്ട്രൈക്ക് ചെയ്യാൻ കാരണം, ഈ റിസൾട്ട് വരാതെ ജൂലൈ സമയത്ത് ഇരുന്ന സമയത്ത് ഞാൻ വചനം എടുത്തിരുന്നു. എനിക്ക്
എന്നായിരിക്കും, ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വചനം എടുത്ത സമയത്ത് കിട്ടിയത് ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായമാണ്, ജലപ്രളയത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നത് 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ പ്രവേശിച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിട്ട് ജലപ്രളയത്തിൻ്റെ അന്ത്യം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ജൂലൈ 17 എന്നൊരു ഡേറ്റ് അന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലൈ 17 ആയിരിക്കും റിസൾട്ട് വരിക. പക്ഷേ അന്നൊന്നല്ല വന്നത്, ജൂലൈ 11 റിസൾട്ട് വന്നു. അങ്ങനെ 15 ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഫെയിലായി. 16 ഞാൻ ധ്യാനം കൂടിയിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടുന്നത്. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്കെന്ന്. അപ്പോൾ എനിക്കിത് ഓർമ്മ വന്നു. ഇതിന് മുന്നേ എനിക്ക് കിട്ടിയത് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൻ്റെ വാക്യമാണല്ലോ, അത് ഞാൻ പോയി ഒന്നുകൂടി ഇരുന്ന് വായിച്ചു. അപ്പോൾ അതിൽ പറയുന്ന 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. അടുത്തത് ഈശോ തന്നെ ഇടപെടുന്നതാണിത്. ഇത് ഫെയിലായതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് വചനം കിട്ടി. അതിൻ്റെ അടുത്ത വചനം 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു. 10-ാം മാസം 1-ാം ദിവസം എന്ന് പറഞ്ഞൊരു ഡേറ്റും കൂടെ കണ്ടു. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഞാൻ വിചാരിച്ചു ഇനി എല്ലാം ശരിയായി, ഞാൻ പോകുന്നത് ഒക്ടോബർ 1-നായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴും എൻ്റെ റീവാലുവേഷന് ഞാൻ കൊടുത്തിരുന്നു. അതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. അത് വന്നിട്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വിശ്വാസത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു തീഷ്ണത ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അന്ന് എന്നൊക്കെ തീഷ്ണത കുറഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ എടുത്ത തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളായി പോയി എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. കുറേ നാൾ ഞാൻ ഈ റിവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇനി റിവാലുവേഷന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നേരെ ഡൽഹി പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ തത്കാൽ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിക്ക് പോവുകയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കാൻ വേണ്ടി. അവിടെ ചെന്ന് 21 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ പല ഡോക്യുമെൻറ്റ്സും സമയ ചുരുക്കത്തോടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സമയ ചുരുക്കത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനായിട്ടാണ് ഓരോ കാര്യത്തിനും ഡിലേ വരുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ വേണ്ടത്ര അന്വേഷിക്കാതെ അല്ലെങ്കിൽ മടി പിടിച്ചിരുന്നിട്ടാണ് പലതും സമയം ചുരുങ്ങിപ്പോയത്. എന്ന് ഞാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന ഓരോ ഡോക്യുമെൻറ്റ്സിൻ്റെയും തിരിച്ചു കിട്ടുന്നതെല്ലാം സമയ ചുരുക്കത്തിലാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അങ്ങനെ ഡൽഹി പോയി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് ഈ സെപ്റ്റംബർ 9-ാം തീയതിയാണ് പിന്നീട് ഈ അന്ന് മുടങ്ങിപ്പോയ ആ പേയ്മെൻറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്. അന്ന് തിരിച്ച് ഞാൻ സെപ്റ്റംബർ 6-ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. സെപ്റ്റംബർ 8-ാം തീയതി ഞാനും അമ്മയും ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ട് വന്നു. പക്ഷെ അന്ന് ധ്യാനം ഉണ്ടായിരുന്നില്ല, അടുത്ത ദിവസത്തേക്ക് എന്തോ മാറ്റിയിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം തേടിയിട്ട് പോയി. ഇത്തവണ ഞാൻ ഉറപ്പിച്ചു ഇത് ഇനി എൻ്റെ കഴിവിലല്ല, ഞാൻ എടുത്തു ചാടി ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, അതിനെനിക്ക് ഫെയിലായിപ്പോയി. പക്ഷേ ഇത്തവണ ഇതിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറൊരു വഴിയില്ല. ഇത്രയും വലിയൊരു സംഭവം കിട്ടിയിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇതെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ബലഹീനതയിലാണ് പൂർണ്ണമായ ശക്തി എന്നുള്ള വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാനിരുന്നു. അങ്ങനെ 9-ാം തീയതി രാവിലെ പേയ്മെൻറ്റ് ചെയ്തു. അത് ശരിയായി, കറക്റ്റായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഈ ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്താലും അത് കിട്ടാനായിട്ട് ഒരുപാട് താമസമൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനെ പല കുട്ടികൾക്കും ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ 2 മാസം വരെ എടുത്ത കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് 4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഡോക്യുമെൻ്റ് കിട്ടുകയാണ്. സീമിയ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടി. ആ ഡോക്യുമെൻ്റ് കിട്ടി. ഞാൻ പ്രീ എൻറോൾമെൻറ്റിന് അപ്ലൈ ചെയ്തു. പ്രീ എൻറോൾമെൻറ്റ് കിട്ടി. പക്ഷേ വിസയ്ക്ക് വേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഫണ്ട് എന്നുള്ളത്. ഇറ്റലി വിസ എന്ന് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അപ്ലൈ ചെയ്തവർക്കറിയാം. അതായത് ബാക്കി സ്ഥലങ്ങളിലെ പോലെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇത്ര ലക്ഷം അതിലിട്ടാൽ പോരാ. കൃത്യമായിട്ട് അത് എൻ്റെ സോഴ്സ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് പാരൻസിന് മാത്രമേ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. പാരൻസ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവരുടെ വർക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി വേണം. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റ് ഒന്നും പാടില്ല. അങ്ങനെ വളരെ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഏജൻറ്റിനെ ഒന്നും വെച്ചിട്ടില്ല. ഇതെല്ലാം കൂടി എങ്ങനെയാണ് എനിക്കറിയില്ല. ഞാൻ ഈ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്.
ഫുള്ളി ഒരു സ്കോളർഷിപ്പ് എങ്ങനെയെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് ഞാൻ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയില്ല. ലാസ്റ്റായപ്പോൾ എന്തായാലും ലോൺ എടുത്താൽ എഡ്യൂക്കേഷൻ ലോൺ വഴി നമുക്ക് വിസ അപ്ലൈ ചെയ്യാം എന്ന് കേട്ട് ഞാൻ കാനറ ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യാണ്. പക്ഷേ ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഒന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരില്ല. അവർ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസിലേക്കാണ് അത് തരുള്ളൂ, അക്കൗണ്ടിൽ പൈസ തരില്ല. പക്ഷേ വിസയ്ക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടിൽ 12 ലക്ഷം കാണണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ല, അക്കൗണ്ടിൽ വന്നില്ലെങ്കിലും ഇത് സാങ്ഷനായി എന്നൊരു ലെറ്റർ വെച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് ഇതിന് അപ്ലൈ ചെയ്യാണ്. ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്തെങ്കിലും കുറേ താമസമായിട്ട് ഇതും കിട്ടുന്നില്ല. അപ്പോൾ ഈ ലോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് സെപ്റ്റംബർ 30 അവിടെ തുടങ്ങുകയാണ്. സെപ്റ്റംബർ 17 എനിക്ക് പ്രീ എൻറോൾമെൻ്റ് ഒക്കെ കിട്ടി. എന്നിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വിസയ്ക്ക് അപ്ലൈ ചെയ്താലും ഇനി സമയമെടുക്കും എന്ന് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒക്ടോബർ 1 10-ാം മാസം 1-ാം ദിവസം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കിട്ടിയ വചനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഒക്ടോബർ 1 ഇൻ്റർവ്യൂവിന് സ്ലോട്ട് എടുക്കണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് അത് എടുത്തില്ലെങ്കിൽ അത് കിട്ടുകയില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഇന്ന് സാങ്ഷൻ ആവുമായിരിക്കും, സാങ്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എനിക്ക് അത് വരുന്നില്ല. അവർ പിന്നെയും ഡിലേ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടും കൽപ്പിച്ച്, മാതാവാണ് ഏജൻ്റ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. മാതാവ് ഇടപെട്ടിട്ട് അത് ചെയ്തു തരും. ഓരോ കാര്യങ്ങളും തെറ്റിപ്പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ് അത് സീറോ മെറിറ്റ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് കിട്ടുന്നതെന്ന് പൂർണ്ണമായും എന്നെ ബോധ്യപ്പെടുത്താനുള്ള ഓരോ കാര്യങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 21-ാം തീയതി ഞാൻ നോക്കുമ്പോൾ ഒക്ടോബർ 1 ഡേറ്റ് ഉണ്ട്. അതിൽ പറയുകയാണ് ഒക്ടോബർ 1 ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അതായത് അന്ന് ഞാൻ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് ഒക്ടോബർ 1 കിട്ടില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചത് എടുക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും റെഡി ആവുന്നില്ല. അക്കോമഡേഷൻ റെഡി ആയിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല, ലോൺ സാങ്ഷൻ ആയിട്ടില്ല. ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഞാൻ വെച്ചിരിക്കുകയാണ്. 23-ാം തീയതി സെപ്റ്റംബറിലാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ്. ജൂണിൽ ഞാൻ വന്നിട്ട് ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെടുത്തു. അത് പുതുക്കിയത് സെപ്റ്റംബർ 23-നാണ്. അപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എടുത്ത് പ്രാർത്ഥിച്ചു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വെച്ച് പ്രാർത്ഥിച്ചു. ആ ഒരു ബലം, ഉടമ്പടിയുടെ ധൈര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മളിത് റീഷെഡ്യൂൾ ചെയ്യണം. നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറല്ല, റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് 2 ദിവസം മുൻപാണ്. അപ്പോൾ 28-ാം തീയതിയായി, ലോണില്ല, അക്കോമഡേഷൻ ഇല്ല, ഒന്നും എൻ്റെ കയ്യിലില്ല. അക്കോമഡേഷൻ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നൊക്കെ ഫില്ലായിപ്പോയി. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഏജൻറ്റിനോട്, മറ്റു കുട്ടികൾ ചെയ്ത ഏജൻറ്റുമാരോടും അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, വെറുതെ റിജക്ഷൻ വാങ്ങണ്ട, ഇത് പണിയാവുള്ളൂ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോഴും ഈ ഒരു ഒറ്റ വചനത്തിൻ്റെ ധൈര്യത്തിൽ ഞാനിത് അമ്മയോട് പറഞ്ഞു നമുക്ക് സാരില്ല. ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്ക് നിയോഗത്തിൽ വെച്ചത് ഒക്ടോബർ 1 മുൻപ് എല്ലാ ഡോക്യുമെൻസും റെഡി ആവണം. അതുപോലെ അന്ന് ധ്യാനത്തിന് ഇതിൽ ഞാൻ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ നിയോഗത്തിൽ വെച്ചത് എല്ലാ ഡോക്യുമെൻസും റെഡി ആവണം. ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, പഠനത്തിനായി പോകും മുൻപ് സാക്ഷ്യം പറയാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 30-ാം തീയതി എനിക്ക് ഒരാൾ വഴി അക്കോമഡേഷൻ പെട്ടെന്ന് ഞാൻ ചോദിച്ച ആൾ എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തരുവാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ടിക്കറ്റൊക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കിട്ടുവാണ്. അത്ഭുതകരമായിട്ട് അങ്ങനെ ഒക്ടോബർ 1 ലോൺ സാങ്ഷൻ ആയിട്ടില്ല, ലോണിൻ്റെ ലെറ്ററും ഇല്ല. ആകെ വെച്ചിരുന്നത് അമ്മേനെ ഞാൻ സ്പോൺസറാക്കി വെക്കാൻ ശ്രമിച്ചു. അമ്മയുടെ വർക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. പക്ഷേ അമ്മയുടെ അക്കൗണ്ടിലും ബാലൻസ് ഇല്ല. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റാണ് ഞങ്ങളൊരു 3.5 ലക്ഷം ചെയ്തത്. അത് റിജക്ഷൻ വരാനുള്ള എല്ലാ കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നിട്ടും ഉടമ്പടിയിലും മാതാവിലും വിശ്വസിച്ച് ഞാനത് കൊടുക്കുകയാണ്. ഒക്ടോബർ 1 ഞാൻ കാശുരൂപം പിടിച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ സമയം മുഴുവൻ എനിക്ക് വളരെ സന്തോഷത്തോടെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 13-ാം തീയതി ഞാനിവിടെ അമ്മയുടെ ഒപ്പം വന്ന് ധ്യാനം കൂടി ഞാനിവിടെ ദിവ്യകാരുണ്യ ഈശോയുടെ രൂപം എഴുന്നള്ളിച്ച് വെച്ച് ധ്യാനം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്യാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈശോ എൻ്റെ അടുത്ത് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഞാനത് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ഈ നിയോഗം പുതുക്കിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി 10 ദിവസം എഴുതാൻ തോന്നി. അതായത് ഒക്ടോബർ 1 ഞാൻ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്തു, 10 ദിവസം തോന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ 10 ദിവസം. ഞാൻ വിചാരിച്ചു ഇനി 10 ദിവസം കൊണ്ട് വിസ കിട്ടണമെന്നാണോ, അതൊന്നും പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ എന്നാലും അങ്ങനെ എഴുതാൻ തോന്നി, ഞാൻ എഴുതി. അത് ഞാൻ അമ്മയോട് പറഞ്ഞു 10 ദിവസം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.
പക്ഷേ 10 ദിവസം കഴിഞ്ഞ് 11-ാം തീയതിയായിട്ട് ഒന്നും വന്നിട്ടില്ല. ഞാൻ 13-ാം തീയതി ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കരമായ ഒരു ആത്മീയ അഭിഷേകം ലഭിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോന്നി 10 ദിവസം എന്നുള്ളത് നീ 10 വർക്കിംഗ് ഡേയ്സാണ്, അത് നീ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോളിഡേയ്സും സാറ്റർഡേ സൺഡേ എല്ലാം ഒഴിവാക്കി ഞാൻ 10 ദിവസം എണ്ണി നോക്കിയപ്പോൾ അത് ഒക്ടോബർ 17-ാം തീയതിയാണ്. 10 ദിവസം കഴിഞ്ഞ് 17-ാം തീയതി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ 17-നൊരു ഡേറ്റ് കിട്ടുന്നുണ്ട്, എനിക്കറിയില്ല. ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഞാനത് വീട്ടിൽ പോയി. പിന്നീടും ഈ എംബസിയിലെ കുട്ടികളുള്ള ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ ഈ റിഫ്യൂസലിൻ്റെയും റിജക്ഷൻ്റെയും ഡീറ്റെയിൽസാണ് ഞാൻ കാണുന്നത്. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റ്, അങ്ങനെ റിജക്ഷൻ വരാനുള്ള എല്ലാ കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ 17-ാം തീയതി ഞാനിങ്ങനെ നോക്കുമ്പോഴും എൻ്റെ വാട്സപ്പിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാം റെഫ്യൂസലാണ്. ഞാനപ്പോൾ മാധവനോട് പറഞ്ഞു, ഈ റിഫ്യൂസൽ പോലും ഇല്ലാതെ കിട്ടണമെങ്കിൽ അത്ര വലിയ അത്ഭുതമാണെങ്കിലും അതെനിക്ക് ചെയ്തു തരാമോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന ഞാൻ വചനം എടുത്തപ്പോൾ എൻ്റെ ആത്മാവ് നീ എന്തിന് നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടിട്ട് ലാപ്ടോപ്പിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ചാർജ് മാറ്റി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ മെയിൽ വന്നിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റിയിൽ പോർട്ടലിൽ നിന്ന് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞ്. അത് 17-ാം തീയതിയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ സമയ ചുരുക്കത്തോടെ മാതാവ് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു, എന്നെ ഈ കാര്യത്തിൽ സഹായിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അങ്ങനെ 17-ാം തീയതി വന്ന് നവംബർ 9-ാം തീയതി നാളെയാണ് ഞാൻ ഇറ്റലിക്ക് പോകുന്നത്. 12 ലക്ഷം വരുമെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥലത്ത് വെറും 3.5 ലക്ഷം വെച്ചിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അതും മാതാവ് കാണിച്ചു തന്ന കൃത്യമായ ഡേറ്റിൽ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ ഉടമ്പടിയിലൂടെ ഒരുപാട് ആത്മീയമായി വളരാനും എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് ആത്മീയമായിട്ട് ഒരുപാട് വളരാനും ചുറ്റുമുള്ള ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ അവർക്ക് ഉടമ്പടിയിലൂടെ ധൈര്യപ്പെടുത്താനും ഉടമ്പടിയെ പറ്റി കൂടുതലായി പറയാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, വചനങ്ങൾ, സ്റ്റാറ്റസ് ഇടുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഡൽഹിയിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർ ഒരു 90% പേരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു മണ്ടത്തരമൊക്കെയായി കാണുന്ന കുറേ പേര് എൻ്റെ ചുറ്റിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സാക്ഷ്യം കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുക എന്നെ മനസ്സിൽ പരിഹസിച്ചേക്കാം. പക്ഷേ എങ്കിലും ഇന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് വളരാനും സാധിച്ചതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന പല ഫ്രണ്ട്സ് പോലും ഇപ്പോൾ വചനം വായിച്ചും എൻ്റെ വചനം കണ്ട് അവർക്കും ഒത്തിരി ആശ്വാസം ലഭിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ സന്തോഷം. കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെ സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ കഴിയുന്ന വിധത്തിൽ എന്നെ കഴിയാവുന്ന രീതിയിൽ അക്കാഡമിക്കലി ആയാലും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്ന പൈസ ദാനം ചെയ്യാനും അങ്ങനെയെല്ലാം സാധിച്ചു. ഇനിയും ഒത്തിരി കൃപയിൽ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം എന്നെ നടത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി നാളെ മുതൽ ഞാൻ റോമയിൽ പോയി സാക്ഷ്യം പറയാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവകൃപയ്ക്ക് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിത